Hello everyone, welcome to Disha Academy. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ജി ഡിയെ പറ്റിയിട്ടാണ്. ജി ഡിയുടെ A to Z കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ അറിയാം ലാസ്റ്റ് ഡേറ്റ് ഒക്കെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ SSC GDയുടെ ലാസ്റ്റ് ഡേറ്റ് അടുക്കാറായി. നിങ്ങളെല്ലാവരും ഓൺലൈൻ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്ത് കാണും. 2025 ജി ഡി എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെ ഇരിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ജി ഡിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു പോകാനാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് അടുക്കാറായി നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 5 തീരുന്ന ഡേറ്റ് 14 14 എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ചയും കൂടെ നിങ്ങൾക്ക് ടൈം ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഒരു 10 തന്നെ, ഇന്നിപ്പോൾ 7-ാം തീയതിയായി, 10-ാം തീയതിയോടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുന്നവരായാലും SC ST ഒക്കെ എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ടും സ്പീഡപ്പ് ചെയ്ത് അതെല്ലാം കൃത്യമായിട്ട് എടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഫീ പേയ്മെൻറ്റിന് 15 ഒക്ടോബർ വരെ ഉണ്ട്. എന്നാലും നിങ്ങൾ അതുവരെ ഒന്നും വെയിറ്റ് ചെയ്യരുത്, കാരണം കുറേ ഹോളിഡേയ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ 10-ാം തീയതിക്കകം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് കറക്ഷൻ ഡേറ്റ് വരും. എന്തെങ്കിലും നിങ്ങൾക്ക് സിഗ്നേച്ചറിലോ ഫോട്ടോയിലോ അത് മാത്രമേ നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിഗ്നേച്ചറിലോ ഫോട്ടോയിലോ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നവംബർ 5-നും 7-നും നിങ്ങളുടെ കറക്ഷൻ ഡേറ്റ് ഓപ്പൺ ആവും. ആ സമയത്ത് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ലാസ്റ്റ് ചാൻസ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ ടൈമിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, SSC GD റിട്ടൺ എക്സാം ഡേറ്റ് വരുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ്. അതും നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ജനുവരി ഫെബ്രുവരി മാസത്തിലേക്കാണ് നമ്മുടെ ആ ഒരു ടാർഗറ്റ് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഓർഗനൈസേഷനൊക്കെ അറിയാം, നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. പോസ്റ്റ് നെയിം എന്താണ്, ജനറൽ ഡ്യൂട്ടി ആണ് അല്ലേ. നമ്മൾ കോൺസ്റ്റബിൾ പോസ്റ്റിന് വേണ്ടിയാണ്, ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ പോസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സാം എഴുതുന്നത്. SSC GD ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണ്, നമ്മുടെ CAPF-ലാണ് പറയുന്നത്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്, നമ്മുടെ കേരള പോലീസ് പോലെ അതെന്താ, കേരളയ്ക്ക് ഓരോ സ്റ്റേറ്റിനും ഓരോ, തമിഴ്നാടിനാണെങ്കിൽ തമിഴ്നാട് പോലീസ്, അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് വൈസ് പോലീസ് ഫോഴ്സും ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു യൂണിറ്റും കൂടെ നമ്മുടെ ഇന്ത്യക്ക് ഉണ്ട് അല്ലേ. സെൻട്രലൈസ്ഡ് ഇന്ന സ്ഥലങ്ങളിൽ കറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യേണ്ടത്. അത് തന്നെയാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാറ്റഗറൈസേഷൻസ് ഉണ്ട്, അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വാക്കൻസീസ് ഇത്തവണ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം, 39,000 വാക്കൻസി ആണ് വിളിച്ചിരുന്നത്. ഇതെന്തായാലും ഉറപ്പായിട്ടും കൂടാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് കയറാൻ മാത്രം ശ്രമിച്ചാൽ മതി. അപ്പോൾ ആപ്ലിക്കേഷൻ പീരീഡ് വരുന്നത് 5 സെപ്റ്റംബർ തൊട്ട് 14 ഒക്ടോബർ വരെയാണെന്ന് പറഞ്ഞു. പേ സ്കെയിൽ നിങ്ങൾക്ക് അറിയാം. ഈ പറയുന്ന സാലറി ആണെങ്കിൽ പോലും 21,000 ആണ് ബേസിക് തൊട്ട് തുടങ്ങി 69,000 വരെ നിൽക്കുന്ന സാലറി സ്കെയിലിംഗ് ആണ് പറയുന്നത്. എന്തായാലും നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് എവിടെയാണോ അലോക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലം കിട്ടിയിരിക്കുന്നത്, ആ സ്ഥലത്തിൻ്റെ ബേസിസിലും കൂടെ നിങ്ങൾക്ക് എന്ത് വരും, ഇൻക്രിമെൻസും അലവൻസും എല്ലാം വരും. അപ്പോൾ ഈ ഒരു 69 എന്ന് പറയുന്ന ഒരു പോയിന്റിലല്ല നമ്മൾ നിൽക്കുന്നത്. നമുക്ക് എന്തുണ്ട്, നല്ല ലെവൽ ഓഫ് എമൗണ്ട് തന്നെ നമ്മുടെ കയ്യിൽ സാലറി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇൻ ഹാൻഡ് സാലറി ഏകദേശം ഒരു 70,000 അടുപ്പിച്ച് തന്നെ എന്ത് ചെയ്യുക, സാലറി കിട്ടുമെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഉറപ്പിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, പേ സ്കെയിൽ ലെവൽ 1-ലാണ് സെപ്പോ ഇൻ NCB എന്ന് പറയുമ്പോൾ നമ്മുടെ നർക്കോട്ടിക്സ് ബ്യൂറോയിലും കൂടെ ഉണ്ടായിരുന്നു. അതെന്താ, അതിൽ സെപ്പോയി ആയിട്ട് നിങ്ങൾക്ക് ഡ്യൂട്ടി കിട്ടുകയാണ്. അതിൻ്റെത് മാത്രം പേ സ്കെയിൽ 1 ആണ്. നമ്മളൊക്കെ എന്താണ്, നമ്മൾ ബാക്കി പോസ്റ്റുകളൊക്കെ 3 എന്ന് പറയുന്ന പേ സ്കെയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സാലറി പാക്കേജോടെ തന്നെയാണ് SSC GD വരുന്നത്. ഈവൻ നമ്മൾ കോൺസ്റ്റബിൾ ആയിട്ട് കയറിയാൽ പോലും നമുക്ക് കരിയർ ഗ്രോത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും ആരും ടെൻഷൻ ആവേണ്ട. ഇപ്പോൾ 10-ാം ക്ലാസ്സിൽ കയറുന്നവരാണ്, അല്ലെങ്കിൽ എന്താ 10-ാം ക്ലാസ്സിൽ 10 കഴിഞ്ഞിട്ടുള്ളവർക്കാണ് എന്ത് എന്നുള്ളത് ഈ ഒരു കോൺസ്റ്റബിൾ പോസ്റ്റിംഗ് ഉള്ളത് തന്നെ അല്ലേ. 10-ാം ക്ലാസ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ നമുക്ക് കയറാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പിന്നെ എന്താണ്, അപ്ഗ്രഡേഷൻസ് വരും. നമ്മൾ പിന്നെ +2 അല്ലെങ്കിൽ നമുക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പ്രിഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പാർട്ട്മെൻറ്റലായിട്ട് നമുക്ക് വീണ്ടും അപ്ഗ്രഡേഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവേണ്ട കാര്യമല്ല. കോൺസ്റ്റബിൾ പോസ്റ്റ് ഒന്നും ആലോചിച്ചും ടെൻഷൻ ആവണ്ട. നമുക്കൊരു ജോലിയാണ് മുഖ്യമല്ലേ. ഇത് നമുക്ക് ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ഒരു ജോലി എന്ന് പറഞ്ഞൊരു സ്വപ്നം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. പിന്നെ ഉള്ള കാര്യം പിന്നെ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, കരുതുക കേട്ടോ. ഇനി അടുത്ത ജോബ് ലൊക്കേഷൻ വരുന്നത് എന്താണ്, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെയാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് കേരളയുടെ വാക്കൻസി ഒന്നും ആരും നോക്കേണ്ട കാര്യമല്ല. നമുക്ക് ഓൾ ഇന്ത്യ ലെവലിലായിരിക്കും എന്ത് വരുന്നത്, ജോബ് ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് സീനൊന്നും ഇല്ല ആ ഒരു കാര്യത്തിൽ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ssc.gov.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ കയറി വേണം എന്ത് ചെയ്യാൻ, ഇതിൻ്റെ ചെക്കിങ്സ് ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ.
ആ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് വരുന്നത് ഏജ് ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം 18 to 23 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ആണ് പിന്നെ നമുക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. ഇത്ര വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ ജനറൽ കാറ്റഗറിയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ജനുവരി 1, 2025 എന്ന് പറഞ്ഞൊരു ഡേറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഏജ് എത്രയും ഇടയ്ക്കായിരിക്കണം, 18 to 23 എന്ന് പറയുന്ന ഒരു ഏജ് ലിമിറ്റിനകത്തായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, OBCക്ക് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ +3 എന്ന് പറഞ്ഞൊരു സംഭവം വരും. SC/STക്ക് ആണെങ്കിൽ എന്ത് വരും, +5 എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. പിന്നെ എക്സ് സർവീസ് മാൻ ഉണ്ട്. എക്സ് സർവീസ് മാനും ആണെങ്കിൽ എന്തുണ്ട്, ഒരു +3 ആണ് ജനറൽ കാറ്റഗറി ആയിട്ടുള്ള എക്സ് സർവീസ് മാൻ വരുന്നത്. ജനറൽ കാറ്റഗറി ആയിട്ടുള്ള എക്സ് സർവീസ് മാൻ വരുന്നത് +3 ആണ്. അതേസമയം OBC ആണെങ്കിൽ +6 ആണ്. ആ ഒരു രീതിക്കൊക്കെ എക്സ് സർവീസ് മാനും ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഏജ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. 10ന്റെ ക്വാളിഫിക്കേഷൻ മതി. 18 to 23 ഇയേഴ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കോൺസ്റ്റബിൾ വാക്കൻസി ഡീറ്റെയിൽസ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ടോട്ടൽ എത്രയാണ്, 39,481 വാക്കൻസി വിളിച്ചതിൽ 15,000-ഓളം വാക്കൻസി മെയിൽ കാറ്റഗറിക്കാണ് വന്നത് കേട്ടോ. 15,000-ഓളം വാക്കൻസി മെയിൽ കാറ്റഗറിക്കും, ഫീമെയിലിന് 3,800 എന്ന് പറഞ്ഞൊരു വാക്കൻസിയാണ്. ഒരു 4,000 അടുപ്പിച്ചിട്ടുള്ള വാക്കൻസിയാണ് വന്നത്. എന്തായാലും 4,000 15,000 റൗണ്ട് അപ്പിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നിങ്ങളും അതിലൊരാളാണെന്ന് തന്നെ വിചാരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു സ്റ്റേജസ് ഒക്കെ എത്തുമ്പോൾ നിങ്ങൾ ഒരു കുറച്ച് ആൾക്കാരെ പിന്നെ എന്ത് ചെയ്യത്തുള്ളൂ, അറ്റ് ദ എൻഡ് വരെ നിൽക്കത്തുള്ളൂ. കാരണം ഒരുപാട് സ്റ്റേജസ് ഉള്ള ഒരു ലെവൽ ഓഫ് എക്സാമിനേഷനാണ് SSC GD എന്ന് പറയുന്നത്. ഇപ്പം ടയർ 1 എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷൻ ആണെങ്കിൽ പിന്നെ ഫിസിക്കൽ ഉണ്ട്, മെഡിക്കൽ ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ കുറേ പേര് എന്ത് ചെയ്യും, എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഈ ഒരു കണക്കിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം, കയറുക തന്നെ ചെയ്യാം. അപ്പോൾ ആ ഒരു പേടിയൊന്നും ആർക്കും വേണ്ട. എന്തായാലും വാക്കൻസി കൂടുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ വാക്കൻസി ലിസ്റ്റിംഗ് നിങ്ങൾക്ക് വന്നത് തന്നെയാണ്. ഓരോ സെക്ഷനിങ് അനുസരിച്ച് ഓരോ വാക്കൻസീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫീമെയിലിന് ടോട്ടലി 3,800. കാരണം പൊതുവേ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് ഫീമെയിൽസിനെ എടുക്കുന്നത് വളരെ കുറവാണ്. ഇങ്ങനത്തെ ഡിഫൻസ് പോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് റിസ്ക് എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഫീമെയിൽസിന് കുറച്ച് വാക്കൻസി കുറച്ചാണ് വിളിക്കുന്നത്. ടോട്ടൽ ഓവറാൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ കാറ്റഗറിക്കാണ് 15,000-ഓളം വാക്കൻസീസ് ഒക്കെ വിളിക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഓക്കെ ആ കാര്യം ശ്രദ്ധിച്ചോണം. ഇനി അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവരുടെയൊക്കെ പോസ്റ്റിങ്ങുകൾ നോക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ വാക്കൻസി വിളിച്ച് നിങ്ങൾക്ക് അറിയാം, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആയിട്ടുള്ള BSFലും പിന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആയിട്ട് CISFലും ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പം നിങ്ങൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാക്കൻസി ഉള്ളതിൽ ആദ്യം കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് എവിടെയാണോ വർക്ക് ചെയ്യാൻ താല്പര്യം ആ ഒരു ഇഷ്ടം കൂടെ വച്ചിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും ഫോളോയിങ് CAPFലേക്കാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ് പൊതുവേ എല്ലാ SSC GD കോൺസ്റ്റബിളിലും ഇത്രയും കാറ്റഗറൈസേഷൻ കാണും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പൊതുവെ കേട്ടുള്ള BSF ആയാലും NCB എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യേക ഒരു വാക്കൻസി, ഇത് വളരെ കുറവായിരുന്നല്ലോ, വാക്കൻസി വളരെ കുറവായിരുന്നു NCBക്ക് എന്ന് പറയുമ്പോൾ. NCB ഒക്കെ ഓൾ ഇന്ത്യ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന സെക്യൂരിറ്റി ഫോഴ്സും NCB എന്ന് പറയുന്ന നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫോഴ്സും ഓൾ ഇന്ത്യ ലെവലിലാണ് വിളിക്കുന്നത്. അവർക്ക് പ്രത്യേകം നമ്മുടെ കേരള വാക്കൻസി ആയിട്ടല്ല വരുന്നത്. നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവരും വിളിച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ പ്രിഫറൻസ് വയ്ക്കുന്നവർക്ക് മാത്രം അതെന്ത് ചെയ്യും, കൊടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പം അതിന് പൊതുവെ വാക്കൻസി കുറവാണ്. അത് ഓൾ ഇന്ത്യ ലെവലിൽ നിന്നാണ് വിളിക്കുന്നത്. ഓൾ ഇന്ത്യ കട്ട് ഓഫിലാണ് അത് വരുന്നത് കേട്ടോ. ബാക്കിയുള്ളത് പോലെ ഓൾ ഇന്ത്യ കട്ട് ഓഫിലാണ് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ. അപ്പോൾ ആ കാര്യമൊന്നും നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നമ്മുടെ മെയിൻ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് സെപ്പോയി ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് നമ്മൾ നോർമലി ചിന്തിക്കാറില്ല. നമ്മുടെ മെയിൻ എപ്പോഴത്തെയും പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒന്നീ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF പൊതുവേ നമുക്ക് എന്താണ്, കുറച്ച് പാടാണ്. നിങ്ങൾക്കറിയാം ബോർഡറിലാണ് ഡ്യൂട്ടി വരുന്നത്. പക്ഷെ എന്താണ്, അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. ബോർഡറിൽ തന്നെ ജോലി വേണമെന്ന് ആഗ്രഹിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട്. അതൊന്നും നിങ്ങളെ മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. എന്നാലും അതിൻ്റെ റിസ്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മളെപ്പോഴും റിസ്ക് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫാണ്. നിങ്ങളുടെ ലൈഫ് വെച്ച് നിങ്ങൾ ഒരു കാര്യം, കാരണം ഇത് അറ്റ് എൻഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നിങ്ങളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ ജോലിയാണ് നിങ്ങളെല്ലാം എന്ന് കരുതി നിങ്ങൾ ജീവിക്കും. കാരണം അതിൽ നിന്നൊക്കെ പിന്നെ തിരിച്ചിറങ്ങി പിന്നെയും ഒരു ടെസ്റ്റ് എഴുതി വീണ്ടും വേറൊരു ഫീൽഡിൽ കയറുക എന്ന് പറഞ്ഞത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നമുക്കൊരു ടച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ആ ഒരു റിട്ടൺ ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫീൽഡിൽ നിന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് വീണ്ടും തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യുമ്പോൾ അത് നല്ല ആലോചിച്ചും കണ്ടും ചെയ്യണേന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും മനസ്സ് മടുപ്പിച്ച് നിങ്ങൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എടുക്കേണ്ട ആ ഒരു കാര്യമല്ല. നമുക്ക് എടുക്കാം. ഇപ്പം നമുക്ക് മാർക്കൊക്കെ കുറവാണ്, അല്ലെങ്കിൽ നമ്മളവിടെ ആഗ്രഹമാണ് നമുക്ക് ബോർഡർ സെക്യൂരിറ്റിയിൽ നിൽക്കണം, പാകിസ്ഥാൻ ബോർഡറിൽ നിൽക്കണം, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ചെയ്തുകൂടാന്നല്ല, പക്ഷെ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു നിങ്ങൾക്ക് ഒരു ത്രൈവിങ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കാണുന്ന ആ ഒരു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്നാവരുത്. നിങ്ങളുടെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ഗോളിൽ നിന്നായിരിക്കണം. നിങ്ങൾക്ക് ഒരു ഫാമിലി ലൈഫ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ ഇടയ്ക്കെങ്കിലും കാണണം, അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ കാണണം, എല്ലാവരെയും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊക്കെ ആ ഒരു മൈൻഡ് സെറ്റിലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏത് പ്രിഫറൻസ് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഓഫ് ലൈഫ് കിട്ടുമെന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ചിന്തിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ BSF എന്ന് പറഞ്ഞാൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. ബോർഡറിലാണ് ജോലി വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ബോർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ പാകിസ്ഥാൻ ബോർഡറിൻ്റെ ആ ഒരു സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശ് ബോർഡർ ഉണ്ട്, അവിടെ ആയിരിക്കാം കിട്ടുന്നത്. എന്തായാലും നമുക്ക് റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഏറ്റവും ബോർഡറിൽ തന്നെയായിരിക്കും ജോലി കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാലറി അഡീഷണൽ കാണും. നിങ്ങൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ് എന്ന് പറയും. നമ്മളെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഭയങ്കര തണുത്ത ഏരിയ ആണ്, ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് ആണ്. അവിടെ നമ്മൾ ഭയങ്കരമായിട്ടും റിസ്കി ആയിട്ട് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തന്നെയാണ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സാലറി ഉറപ്പായിട്ടും സാലറി കയറും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോൾ ഏതൊരു ജോലി ചെയ്താൽ നമുക്ക് ഒരു സാലറി ഡിമാൻഡ് എന്തായാലും ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന റിസ്കിന് കൃത്യമായിട്ടുള്ള ഒരു സാലറി പാക്കേജ് അവർ എന്തായാലും തരും. അത് വേറൊരു കാര്യം. നമ്മൾ ഏതൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ്, ഇപ്പോൾ ഉത്തരാഖണ്ഡ് പോലെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ജമ്മു കാശ്മീരിൻ്റെ POK ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിനനുസരിച്ചിട്ടുള്ള സാലറി ഇൻക്രിമെൻറ്റ്സ് കിട്ടുമെന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പ്രത്യേകത. ബോർഡറിലായിരിക്കും വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് തന്നെ ഫസ്റ്റ് ചോയ്സ് വയ്ക്കും. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ചോയ്സ് വയ്ക്കുന്നതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത സാധനമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ പ്രിഫറൻസ് ആയിട്ട് കിട്ടുന്ന. അപ്പം അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് പിന്നെ അത് മാറ്റാനൊന്നും പറ്റത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഏറ്റവും കൂടുതൽ ആൾക്കാരും പറയുന്നത് എന്താ, ഏറ്റവും നല്ല ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഉള്ള എല്ലാത്തിൻ്റെയും ഫോഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ വരുന്നത് ഒന്നെന്ന് പറഞ്ഞത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അത് വരുന്നത് CISF എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എവിടെയൊക്കെയാണ് വർക്ക് വരുന്നത്, എയർപോർട്ടിലായിരിക്കാം. ഒന്നീ എയർപോർട്ടിലായിരിക്കാം. എയർപോർട്ടിൻ്റെയൊക്കെ വാച്ച് ഗാർഡായിട്ടൊക്കെ നിൽക്കുന്ന സ്റ്റാൻഡിങ് ഡ്യൂട്ടിയാണ്, എല്ലാം സ്റ്റാൻഡിങ് ഡ്യൂട്ടി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് എയർപോർട്ടിൽ നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റൽ സൈറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ താജ്മഹൽ, നമ്മൾ പ്രൊട്ടക്റ്റീവായിട്ട് കാണുന്ന 7 വണ്ടേഴ്സ് ഒക്കെ പോലത്തെ ഉള്ള അങ്ങനത്തെ ഏറ്റവും ഹിസ്റ്റോറിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള സംഭവം, ഏറ്റവും ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള പ്ലേസസിലൊക്കെ അങ്ങനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ ചിലപ്പം ഇവർക്ക് എന്ത് വരാം, ഈ ഒരു ഇൻഡസ്ട്രിയലിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, നിൽക്കേണ്ടി വരും. ടൂറിസ്റ്റ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടും. അപ്പോൾ എയർപോർട്ടിൽ കിട്ടാം, സീപോർട്ടിൽ കിട്ടാം, ഈ പറയുന്ന പോലെ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ് സൈറ്റ്സിൽ കിട്ടാം. പിന്നെ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഏരിയാസ്, മെട്രോ സ്റ്റേഷൻസുകളിൽ കിട്ടാം. ഏറ്റവും നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷൻസിൽ സ്റ്റാൻഡിങ് ഡ്യൂട്ടി ആയിട്ട് കിട്ടാം. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. എന്ന് വെച്ചാൽ വലിയ നമുക്ക് എന്ത് വരുന്നില്ല, റിസ്ക് എലമെൻറ്റ്സ് ഒന്നും അവിടെ വരുന്നില്ല. ആ ഒരു കാര്യം തന്നെയാണ് ആലോചിക്കേണ്ടത്. നമ്മൾ ബോർഡറിൽ ചെന്ന് കിടക്കുന്നതും അല്ലെങ്കിൽ ഒരു സിറ്റി ഏരിയ എന്താണ് സിറ്റി ഏരിയാസിലായിരിക്കുമല്ലോ. മെട്രോ ആയാലും ഹിസ്റ്റോറിക്കൽ ഇങ്ങനത്തെ സംഭവം ആയാലും എയർപോർട്ട് ആയാലും എല്ലാം സിറ്റി ഏരിയാസ് ആണ്. അപ്പോൾ സിറ്റി ഏരിയാസ് അനുസരിച്ച് ഏത് സിറ്റി ഏരിയാസിലാണ് നിങ്ങൾ X ആണോ Y ആണോ സിറ്റീസ് എന്ന് പറഞ്ഞുണ്ട്. അതായത് നമ്മുടെ പോപ്പുലേഷൻ സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സിറ്റീസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിനനുസരിച്ചുള്ള സാലറി ഇൻക്രിമെൻസും ഉണ്ടായിരിക്കും. അതിൻ്റെ എന്ത് വരും നിങ്ങൾക്ക് അലവൻസുകൾ ആ ഒരു രീതിക്ക് കയറി വരും. അപ്പോൾ എന്തായാലും സാലറി പാക്കേജ് അത്യാവശ്യം ഓരോന്നിനും അതിൻ്റേതായ ഡിഫിക്കൽട്ടി അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ്. അതും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ജോലിയാണ് സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ്. നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് വൈസ് പോലീസ് ഫോഴ്സ് ഉണ്ട്. ഈ സ്റ്റേറ്റ് വൈസ് അല്ലാതെ ഇടയ്ക്കൊക്കെ ഈ സെൻട്രൽ CRPFകാരെ പുറത്ത് നമ്മൾ ഇവിടെ വിളിക്കുന്ന കണ്ടിട്ടുണ്ടോ, ഇലക്ഷൻ ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏറ്റവും വലിയ കലാപങ്ങളൊക്കെ നടക്കുന്ന, ഏറ്റവും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമിൽ പുറത്തുനിന്ന് നമ്മുടെ സെൻട്രൽ ആംഡ് ഫോഴ്സിനെ, അതായത് ഈ പറയുന്ന സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സിനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ ടൈമിലേക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആരെങ്കിലും കൺട്രോൾ ചെയ്യാൻ വേണമല്ലോ. അപ്പം നോർമൽ നമ്മുടെ സ്റ്റേറ്റിലെ പോലീസിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും, വന്ന് ഡീൽ ചെയ്യാറുണ്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും,
റിക്രൂട്ട് ചെയ്യാറുണ്ട്. ഈ ഇലക്ഷൻ പോളൊക്കെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ചീഫ് ഗസ്റ്റുകളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു ടൈമിലൊക്കെ ഇവരെന്ത് ചെയ്യാറുണ്ട്, എംപ്ലോയ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പോലീസ് ഫോഴ്സാണ് സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ്. പിന്നെ ഇവർ വരുന്ന ഇവരല്ലാതെ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നക്സൽ മാവോയിസ്റ്റ് ഏരിയകളിലൊക്കെ അവരെ പിടികൂടാൻ വേണ്ടിയായിട്ടാണ് ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ. റിസർവ്ഡ് പോലീസ് ഫോഴ്സാണ്. ഇവർ റിസർവ്ഡ് ഏരിയാസിലാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ അറ്റാക്സുകളെ തടയാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കും. അപ്പോൾ CRPF എന്ന് പറഞ്ഞാൽ സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ് ആണെന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ മാവോയിസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പത്രത്തിലൊക്കെ പലപ്പോഴും ഈ മാവോയിസ്റ്റ് അറ്റാക്ക് ഒക്കെ കൊണ്ട് മരണമടയുന്ന അങ്ങനത്തെ CRPF ഉദ്യോഗസ്ഥരെന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളെ നെഗറ്റീവ് ആക്കുന്നതല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ആക്കുന്നതല്ല. ഇതിൻ്റെയൊക്കെ റിസ്ക് എലമെന്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് മാത്രം പോവുക, അല്ലാതെ ഒന്നും അറിയാണ്ട്. കാരണം നിങ്ങൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ടാണ്. കാരണം 18 to 23 ഇയേഴ്സ് ആണ്. ഇതിലിപ്പം കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്. ആ ഒരു ചോരത്തിളപ്പിൽ നിങ്ങൾ പോകണമെന്നുള്ളൊരു കാര്യമല്ല പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു യൂത്ത് സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിൽ മാത്രം കയറി പോകേണ്ട കാര്യമല്ല. നിങ്ങളുടെ ലൈഫാണെന്നുള്ളൊരു കാര്യം എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ ചിന്തിച്ച് തന്നെ പോകണമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ CRPF ആണ് GD കോൺസ്റ്റബിൾ ഇൻ സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സിലാണ് ആ ഒരു ഡ്യൂട്ടി വരുന്നത്. എന്ന് പറഞ്ഞാൽ പോയാൽ സുഖമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി പോകാൻ വേണ്ടി മാത്രമാണ് ഈ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത കോൺസ്റ്റബിൾ ഇൻ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. അപ്പോൾ ഈ ഉള്ളതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് എന്താണ്, അത്യാവശ്യം ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലും അത്യാവശ്യം കുറച്ച് ബിൽഡപ്പിന് എല്ലാ കാര്യവും നോക്കിക്കഴിഞ്ഞാൽ ITBP ബോർഡറിൽ നിൽക്കുന്നവർക്ക് കുറച്ച് എന്തായിരിക്കും, കുറച്ച് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇൻഡോ ടിബറ്റൻ ബോർഡറാണ്. ടിബറ്റൻ ബോർഡർ എന്ന് പറഞ്ഞാൽ ആരാണ്, ചൈന ബോർഡറാണ്. അപ്പോൾ അങ്ങനെ ബോർഡറിൽ ആ ഒരു ടൈപ്പ് ഓഫ് ബോർഡറിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ നിൽക്കാം. കാരണം ചൈനയുടെ ബോർഡറുകളിൽ നിന്ന് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണെന്ന് തോന്നുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ പോകാം. പക്ഷെ അവിടെ കുറച്ച് എന്താണ്, ട്രെയിനിങ്സ് ഒക്കെ അത്രയും ഹാർഡായിട്ടായിരിക്കും നടക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ചൈന ബോർഡർ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ആൾട്ടിറ്റ്യൂഡഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ് ആണ്, മൗണ്ടെയിൻ റേഞ്ചസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകേണ്ടത്. അവിടുത്തെ ചിലപ്പോൾ ക്ലൈമറ്റ്, ഫുഡ്, ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ചാലഞ്ചിങ് ആണ് ഇൻഡോ ടിബറ്റൻ. BSF പോലെ തന്നെ കുറച്ചൊന്ന് റിസ്ക് തന്നെയാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ടിബറ്റൻ ബോർഡറുകളിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അതെന്താണ്, അത്യാവശ്യം കുറച്ചൊന്ന് ക്രൂഷ്യലായിട്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട കുറച്ച് ആവശ്യങ്ങൾ വരും. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാം ചാടിക്കയറി ആദ്യമേ പേരിൻ്റെ ആ ഒരു വലിപ്പം കണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതും കൂടെ നോക്കണം. നമുക്കിപ്പോൾ വാക്കൻസി ലിസ്റ്റിംഗ് വന്നതും കൂടെ നോക്കിയിട്ടേ നമുക്ക് എന്തായാലും ചെയ്യാനും പറ്റുള്ളൂ. അത് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈവൻ നിങ്ങളുടെ ഇഷ്ടം ആദ്യം കൊടുക്കുക. ഇഷ്ടം കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു സംഭവം തന്നെ ആദ്യം കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധനം വേണം ആദ്യം കൊടുക്കാൻ. ആ ഒരു കാര്യമേ ഞങ്ങൾ പറയുന്നുള്ളൂ. കാരണം ഇപ്പം നമ്മുടെ മാർക്ക് അനുസരിച്ച് നമ്മുടെ ഭാഗ്യം പോലെ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടിയാലോ, ആ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വയ്ക്കുന്നതായിരിക്കണ്ടേ നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ആദ്യം വയ്ക്കുന്നത് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ഇഷ്ടമുള്ള സാധനം തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത് വരുന്നത് GD കോൺസ്റ്റബിൾ ഇൻ സശസ്ത്ര സീമാ ബൽ എന്ന് പറയുന്ന സംഭവമാണ് SSB എന്ന് പറയുന്നത്. സശസ്ത്ര സീമാ ബൽ എന്ന് പറയുന്നതാണ് SSB എന്ന് പറയുന്നത്. SSB എന്താണ്, അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ജോലിയാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്, ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോർഡേഴ്സ്. സശസ്ത്ര സീമാ ബൽ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോർഡറാണ്. ബോർഡർ ഡ്യൂട്ടി തന്നെയാണ്, ഇതും ബോർഡറിൽ തന്നെയാണ് ഡ്യൂട്ടി വരുന്നത് കേട്ടോ. ഏകദേശം ഈ എല്ലാ ഡ്യൂട്ടീസും ബോർഡർ കേന്ദ്രീകരിച്ച ഏരിയാസിലായിരിക്കും ഏറ്റവും കൂടുതൽ വർക്കിംഗ് വരുന്നത്. എന്നാലും ഈ പറയുന്ന SSB എന്ന് പറയുന്ന സാധനം എവിടെയാണ് വരുന്നത്, നമ്മുടെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോർഡേഴ്സ്, മ്യാൻമാർ, നമ്മുടെ നേപ്പാൾ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം എന്താണ് ഓക്കെ ആയിട്ടുള്ള ഓപ്പൺ ബോർഡേഴ്സ് എന്ന് പറയും. ഓപ്പൺ ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, നമ്മൾ അവരുമായിട്ട് ഓക്കെയാണ്. ഇപ്പം നിങ്ങളിപ്പോൾ SSC GDക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു എന്തെന്ന് ചോദിക്കാറുണ്ട്, ഇന്ത്യൻ സിറ്റിസൺ എന്താണ്, നേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കാറില്ല. അപ്പം നിങ്ങളുടെ അവിടെ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് എന്താണ്, ഒന്നി നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അല്ലെങ്കിൽ നേപ്പാൾ സിറ്റിസൺ ആയിരിക്കണം. കാരണം എന്താ, അവർക്കും ഈ എക്സാം എഴുതാം. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വർക്കിംഗ് എവിടെ വരുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇൻഡോ ടിബറ്റൻ ഉള്ളവർക്കും എന്ത് ചെയ്യാം, നേപ്പാൾ ആ ഒരു ബോർഡറിലുള്ളവർക്കും വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന സശസ്ത്ര സീമാ ബൽ എന്ന് പറയുന്ന സംഭവം ബോർഡർ വരുന്നത് നേപ്പാൾ, നമ്മുടെ മ്യാൻമാർ ആ ഒരു ഭാഗത്താണ്. അതൊക്കെ നമുക്ക് അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോർഡേഴ്സാണ്, ഓപ്പൺ ബോർഡേഴ്സാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അത്രയും
നമ്മളുമായിട്ട് എന്താണ് ടൈപ്പാണ്. ആ ഒരു കാര്യം ആലോചിക്കുക. നമ്മുടെ പാകിസ്ഥാൻ പോലെയുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോസ്ഡ് ബൗണ്ടറി ആണ്. അവിടെ എന്ത് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ടെറിട്ടറിയിൽ നിന്ന് ആരും ഇങ്ങോട്ട് കടന്ന് ആക്രമിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് എന്താണ് ഓപ്പൺ ബൗണ്ടറീസ് ആണ്. അവർക്ക് എപ്പോൾ വേണോ ഇങ്ങോട്ട് വരാം, അങ്ങോട്ട് പോവാം. ആ ഒരു സംഭവമുണ്ട്. നമുക്ക് ആ ഒരു ടൈപ്പ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഉള്ളത്. അതേസമയം നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് വരാതെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ആ ബോർഡറിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവിടെ എന്ത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കോളുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടല്ലോ, കുറച്ച് ഈ SSB എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ പറയുന്ന പോലെ ഈ ബോർഡർ ഇപ്പോൾ പാകിസ്ഥാൻ ബോർഡറൊക്കെ അടച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താണ് ടെററിസ്റ്റ് അറ്റാക്സ് ഒക്കെ ഏത് വഴി ഉണ്ടാവാം. അവർക്ക് പിന്നെ അസസബിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന നേപ്പാൾ ഭാഗമാണ്. അതൊക്കെ നമുക്ക് ഓപ്പൺ ബൗണ്ടറി ആയതുകൊണ്ട് അതുവഴിയുള്ള അറ്റാക്സുകൾ ഉണ്ടാവാം. നോർമലി ഈ മാവോയിസ്റ്റ് അല്ലെങ്കിൽ നക്സൽ അറ്റാക്സ് ഉണ്ടാവുന്ന ടൈമിൽ നിങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ആക്ട് ചെയ്യേണ്ട ആൾക്കാരാണ് ഈ സശസ്ത്ര സീമാ ബൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ബോർഡറിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന ആളെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഈവൻ നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ റേഞ്ചിലൊക്കെ ഉള്ള ആൾക്കാർ മറ്റ് വഴികളിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യാം, അറ്റാക്ക് ചെയ്യാം. നമ്മുടെ ഇത്രയും ക്ലോസ്ഡ് ഇത്രയും ഒരു ഏരിയ ഉള്ളതെടുത്ത് എവിടെ കൂടെ വേണോ അവർക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. അപ്പോൾ എൻ്റർ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റഡ് ആൻഡ് കീപ് അവരെന്ത് ചെയ്യണം, റെസ്ട്രിക്ട് ചെയ്ത് നിർത്തിയിരിക്കണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും ഫോഴ്സസിനെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കോൺസ്റ്റബിൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ട്, NIA. അതെല്ലാം ഓൾ ഇന്ത്യ ലെവലിൽ വിളിക്കുന്നതാണ് കേട്ടോ. ഓൾ ഇന്ത്യ ലെവലിൽ വിളിക്കുന്നതാണ്. അതെല്ലാം ഓൾ ഇന്ത്യ ലെവലാണ്. പിന്നെ ആസാം റൈഫിൾസ് ഉണ്ട്, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് SSF ഉണ്ട്. നിങ്ങളവിടെ ഡൽഹി കേന്ദ്രമാക്കിയായിട്ടും വർക്ക് ചെയ്യാൻ താല്പര്യം, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്തൊക്കെ അടിച്ച് കിട്ടാം കേട്ടോ. ആ ഒരു സംഭവമുണ്ട്. ഏകദേശം ബോർഡേഴ്സിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതേസമയം ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പക്ക എവിടെയായിരിക്കും, ഡൽഹി കേന്ദ്രമായിട്ടായിരിക്കും കേട്ടോ. ഡൽഹിയുടെ കേന്ദ്രമായിട്ടായിരിക്കും നിങ്ങൾക്ക് വർക്കിംഗ് വരുന്നത്, ഡൽഹി കേന്ദ്രമായിട്ട്. കാരണം സെക്രട്ടേറിയറ്റ് ഓഫീസുകളുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഡൽഹി കേന്ദ്രമായിട്ട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഓഫീസേഴ്സിൻ്റെ കുറേ സെക്രട്ടേറിയറ്റ് ബിൽഡിങ്സ് ഉണ്ട്. ഓക്കെ, ആ ബിൽഡിങ്സിൻ്റെ സെക്യൂരിറ്റി പദവിയായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്ലേസസിലേക്ക് ഒന്നും ഷിഫ്റ്റിംഗ് ഒന്നുമില്ല. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ജോലിയാണ്. കാരണം വലിയ റിസ്ക് എലമെൻറ്റ്സ് അവിടെ വരുന്നില്ല എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ്, എവിടെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള ഒരു വർക്കിംഗ് സിസ്റ്റമാണ്. അല്ലെങ്കിൽ അവർക്കൊരു എന്താണ് ഈ പറയുന്ന ബോഡി ഗാർഡ് സിസ്റ്റം പോലെയുള്ള ഒരു സംഭവമായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഡൽഹി കേന്ദ്രമായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ റിസ്ക് ഒന്നും വേണ്ട, ബോർഡറിലൊന്നും വർക്ക് ചെയ്യാൻ വയ്യ, എനിക്കൊരു ഡൽഹി കേന്ദ്രമായിട്ട് വർക്ക് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് അതാണ് ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു കാര്യമാണ്. പിന്നെ ഇതിനൊക്കെ എന്താണ് പൊതുവെ വാക്കൻസി കുറവായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനും പറ്റത്തില്ല. ഇനി അടുത്ത റൈഫിൾ മാൻ ആണ്, GD ഇൻ ആസാം റൈഫിൾസ്. ആസാം റൈഫിൾസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഇത്രയും ജോലികൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തില്ലേ, ഇതെല്ലാം നമ്മൾ ആർമിയിലാണോ വരുന്നത് അതോ പോലീസ് ഫോഴ്സ് ആണോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ശരിക്കും ആർമി എന്ന് പറഞ്ഞ ഒരു സംഭവം ഡിഫറെൻ്റ് ആണ്. നമ്മളെന്താണ് അവരെ ഒന്ന് ആ ആർമീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്നുള്ള രീതിയിലാണ് ഈ സെൻട്രൽ ആംഡ് ഫോഴ്സ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ തന്നെ കംപ്ലീറ്റ്ലി അവിടെ ഡിപ്ലോയ് ആവുമോ എന്നല്ല ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവരെ എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളും കൂടെ അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് ഉറപ്പുവരുത്തുന്നത്. അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരാൾക്കാരായിട്ടാണ് ഈ പറയുന്ന SSC GDക്കാർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ആർമി എന്ന് പറഞ്ഞൊരു സംഭവമല്ല, നമ്മൾ ശരിക്കും എന്താണ് ഒരു പോലീസ് ഫോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു പോലീസ് ഫോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആസാം റൈഫിൾസിലുള്ളവർക്ക് മാത്രമേ പട്ടാളത്തിൻ്റെ യൂണിഫോം ഇടേണ്ട ആവശ്യം വരുന്നുള്ളൂ. ആസാം റൈഫിൾസിന് മാത്രമാണ് മിലിറ്ററി യൂണിഫോം വരുന്നത്. ബാക്കിയെല്ലാം ആർമി യൂണിഫോം വരുന്നത്. ബാക്കി എല്ലാവർക്കും നമ്മുടെ ഈ പോലീസ് ഫോഴ്സിൻ്റെ യൂണിഫോംസ് ആണ് വരുന്നതെന്ന് ആലോചിക്കുക. അപ്പം ആസാം റൈഫിൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എവിടെയാണ്, ഈ പറയുന്ന നമ്മുടെ ആസാം ഏരിയാസ് ഉണ്ടല്ലോ, ആസാം തൊട്ട് തുടങ്ങുന്ന ആ 7 സിസ്റ്റർ ഏരിയാസ്, സിക്കിം ഉൾപ്പെടുന്ന ആ 7 സിസ്റ്റർ ഏരിയാസിൽ ഉണ്ടാവുന്ന എന്താണ് ആ പ്രൊട്ടക്ഷനാണ്. അവിടുത്തെ ട്രൈബൽ ഏരിയാസ്, അവിടുത്തെ ചെറിയ ചെറിയ അറ്റാക്സ്, അവിടുത്തെ സംഭവങ്ങളെയൊക്കെ ഒന്ന് ഈ പറയുന്ന മാവോയിസ്റ്റും ട്രൈബൽ ഏരിയാസിൽ തന്നെ ഒരുപാട് നക്സൽ പീപ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പ്രിവെൻറ്റ് ചെയ്യുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു കുറേ കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്, ആസാം റൈഫിൾസ്. ഇത് പൊതുവേ നമ്മൾ ഇവിടെ നിന്നൊക്കെ പോകുന്നവർ അത് വയ്ക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ തന്നെ നോർമലി നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ നിന്ന് എഴുതുന്നവർ തന്നെ അവിടെ എന്ത് ചെയ്യും, അവർ അവിടെ തന്നെ ആയിരിക്കും ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്നത് ആസാം റൈഫിളിൽ കിട്ടാനൊക്കെ വേണ്ടിയായിട്ട്. അപ്പോൾ അടുത്ത് ജോലി ചെയ്യാമല്ലോ അവർക്ക്. നമ്മൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തായിരിക്കും ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നും. കാരണം നമ്മുടെ
ഒരു വേ ഓഫ് എന്താണ് സിസ്റ്റം ആയിരിക്കില്ല അവർ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേ ഓഫ് ലൈഫ് സ്റ്റൈൽ ആയിരിക്കത്തില്ല നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സുകൾ ഫോളോ ചെയ്യുന്നത്. അപ്പം അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്കാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഫോഴ്സുകളിൽ കൊടുത്താലും ഇതൊക്കെ നമുക്ക് കുറച്ചൊന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമാണ്. പൊതുവേ ഇതിന് വേക്കൻസി ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ആ കാര്യം കൂടെ കേട്ടോ. അപ്പം അതാണ് ആസാം റീജിയൻ കേന്ദ്രീകരിച്ച 7 സിസ്റ്റർ റീജിയൻ ആണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ജോലി പോകുന്നതെന്ന് ആലോചിക്കാം. ഓക്കെ, ഇത്രയും ഇതാണ് അതിൽ എന്ത് ചെയ്യുന്നത്, ഡ്യൂട്ടീസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോകണം അല്ലേ, സിലബസ് അറിഞ്ഞ് തന്നെ പഠിച്ചു പോവുക. നമുക്ക് വലിയ സമയം ഇല്ലാന്ന് തന്നെ കരുതിക്കൊള്ളുക. നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ SSC GD സിലബസിൽ ബാക്കി എക്സാംസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ക്രാക്ക് ചെയ്യാൻ ഈസിയുള്ള എക്സാമിനേഷൻ GD ആണെന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കിംഗ് ആണ്. 2 മാർക്കാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, പോസിറ്റീവിൽ നിന്ന് കിട്ടുന്നത്. കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കറക്റ്റ് ആൻസറിന് 2 മാർക്കും, അതുപോലെ നെഗറ്റീവ് ആവണമെങ്കിൽ നിങ്ങൾക്ക് 1/4 മാർക്സുമാണ് പോകുന്നത്. 1/4 മാർക്കാണ് നെഗറ്റീവിന് വരുന്നത്. അതതിൻ്റെ അർത്ഥം എന്താണ്, 1/4 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴേ നിങ്ങൾക്ക് 1 മാർക്ക് പോകുന്നുള്ളൂ. 2 മാർക്കുണ്ട് ഒരു ക്വസ്റ്റ്യന്, 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴാണ് 1 മാർക്ക് പോകുന്നത്. ആ ഒരു ഈസിനെസ് ആണ് അതിൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു 4-5 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് കറക്കി കുത്തിയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നെഗറ്റീവ് ആയാൽ പോലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നിങ്ങൾക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതെല്ലാം എന്താണ്, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റീസണിങ് ഒക്കെ ഒന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരീസുകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സിമ്പിളാണ്. സീരീസിൻ്റെ പാറ്റേൺ മാത്രം കുറച്ചൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. ഒന്നുമില്ല. റീസണിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ നോർമൽ ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. പക്ഷെ അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് സ്പീഡാക്കി തുടങ്ങുക. എന്താക്കി തുടങ്ങുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡാക്കുക. ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് സ്പീഡാക്കുക. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എന്താ വരുന്നത്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്. ഈ ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സീനായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് എത്ര പഠിച്ചാലും തീരാത്ത ഒരു സംഭവമാണ്. എന്നാലും നമുക്ക് കിട്ടുന്ന കുറേ സ്കോറിംഗ് മാർക്സ് ഉണ്ട്. നമ്മുടെ സോഷ്യൽ സയൻസ് വിഭാഗം, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, അത് നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാം. സോഷ്യൽ സയൻസ് പഠിക്കാം. കറണ്ട് അഫേഴ്സ് 2023 റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് നോക്കാം. 23-24 റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് സംഭവങ്ങൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മുടെ സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡാൻസ്, ഫെസ്റ്റിവൽസ്, ആർട്സ്, ആ ഒരു ഏരിയാസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവാർഡ്സ്, ഇതെല്ലാം കൃത്യമായിട്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഡെയിലി ഒരു സെറ്റ് ഓഫ് വീഡിയോസ് കണ്ടുപോകുക. അവാർഡ്സ് ആൻഡ് ഓണേഴ്സിൻ്റെ ഒരു സെറ്റ് ഓഫ് വീഡിയോ കാണുക. നാളെ ഇതെന്ത് ചെയ്യുക, വേറൊരു ടോപ്പിക് എടുത്തിട്ട് അതിൻ്റെ വീഡിയോസ് കാണുക. ഇതെല്ലാം അറ്റ് ദ എൻഡ് ഓഫ് സാറ്റർഡേ എന്ന് പറഞ്ഞ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക, അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ചുമ്മാ പഠിച്ച് കളയണമെന്നല്ല, വീണ്ടും റിവൈസ് ചെയ്ത് ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സ്കോറുകൾ വലുത് തന്നെയാണ്. നമുക്കിവിടെ ഇപ്പം ജനറൽ നോളജിൻ്റെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എത്രയാണ്, 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 20 ക്വസ്റ്റ്യൻസിൽ ഒരു 10 എണ്ണം നമ്മൾ ശരിയാക്കിയാൽ മതി. പോട്ടെ, ഒരു 10 അല്ലെങ്കിൽ 10 to 15 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ശരിയാക്കിയാൽ മതി. ഈ പറയുന്ന ഈ ജനറൽ ഇൻ്റലിജൻസിന് 20 നമുക്ക് 20 ശരിക്കും പറഞ്ഞാൽ ഒരു 18 ക്വസ്റ്റ്യൻസ് പ്ലസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 18 ക്വസ്റ്റ്യൻ മിനിമം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു മാർക്കിംഗ് ലെവൽ നിങ്ങൾ ഇപ്പോഴേ സെറ്റ് ചെയ്തെടുത്താൽ മതി. 18 ക്വസ്റ്റ്യൻസ് റീസണിങ്ങിൽ നിന്ന് ഒരു 10-12 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ജനറൽ നോളജിൽ നിന്ന് കിട്ടി. മാത്സ് സിമ്പിൾ മാത്സ് ആണ്, ഏറ്റവും ബേസ് മാത്സ് ആണ്. നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോർമൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 20-15 മുകളിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 15+ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പോട്ടെ, ഒരു 15 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ആ രീതിക്ക് പഠിക്കണം നിങ്ങൾ. ആ രീതിക്ക് പഠിച്ച് വന്നാൽ മാത്രമേ നിങ്ങൾ സെറ്റാവും. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ എന്തുണ്ട്, റീജിയണൽ ലാംഗ്വേജ് ആയ മലയാളം, മലയാളം അല്ലല്ലോ, ഇംഗ്ലീഷ് ഓർ ഹിന്ദി തന്നെയാണ്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ മലയാളം എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ്, പേപ്പർ ലാംഗ്വേജ് മലയാളത്തിലും എഴുതാമെന്നുണ്ടല്ലേ, മലയാളം പേപ്പറും ഉണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഇംഗ്ലീഷ് പേപ്പറിനെയാണ്. മലയാളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ടോട്ടൽ ഉള്ള ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. 60 മിനിറ്റ്, 1 മണിക്കൂർ ടൈമേ ഉള്ളൂ. ആ ടൈമിനുള്ളിൽ ഇത്രയും സെക്ഷൻ നമ്മൾ കവർ ചെയ്യണം. ഇത് ഇനി ഇംഗ്ലീഷിലല്ല, ഇംഗ്ലീഷിൽ ഏറ്റവും സിമ്പിളായിട്ടായിരിക്കും കൊടുക്കുന്നത്. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, അത് വായിച്ചെടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ എടുക്കുന്ന നമ്മുടെ ബുദ്ധിമുട്ടായാലും അത് നല്ല ടൈം കൺസ്യൂമിങ് ആണ്.
നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല. നിങ്ങളിപ്പം സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു, എനിക്ക് മലയാളം അറിയാവൂ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇംഗ്ലീഷിൽ. അല്ലാണ്ട് മലയാളം ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. നിങ്ങൾക്ക് ടൈം കിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പോലും, നിങ്ങൾക്ക് നോർമൽ മലയാളം പോലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത അവസ്ഥയായിപ്പോൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് മലയാളം ഓപ്റ്റ് ചെയ്യല്ലേ എന്ന് പറയുന്നത്. എൻ്റെ ഒരു നമ്മളെല്ലാവരും ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് നമ്മൾ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരിക്കലും നിങ്ങളെ മാർക്ക് വാങ്ങിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലല്ല. നിങ്ങൾ നല്ല മാർക്ക് മേടിക്കണം, നിങ്ങൾ അതിലൊരു ജോലി, ആ ഒരു ജോലി നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾ ആ സന്തോഷ വാർത്ത അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, ഇംഗ്ലീഷിൽ തന്നെ പേപ്പർ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്തായാലും നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് സെക്ഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം. ഈ ഇംഗ്ലീഷ് സെക്ഷനിൽ എന്തായാലും 20 മാർക്കുണ്ടോ, ആ 20 ക്വസ്റ്റ്യൻസിൽ ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ കറക്റ്റ് ആക്കണ്ടേ. 20ൽ 20 കറക്റ്റ് ആക്കുന്നവർ സത്യമായിട്ടും ഉണ്ട്, അങ്ങനെയുള്ള കാറ്റഗറി ആൾക്കാരും ഉണ്ട്. അപ്പം 20ൽ 10എങ്കിലും ആ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് പഠിച്ചവർ വന്നവർ ചെയ്യണ്ടേ. നിങ്ങൾ ബാക്കി എല്ലാം മലയാളത്തിൽ എഴുതിയിട്ട് ഇത് മാത്രം ഇംഗ്ലീഷ് എഴുതാൻ വരുമ്പോൾ നിങ്ങൾ ആകെ ബ്ലാങ്ക് ഔട്ട് ആയി പോകും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ ആ ഇംഗ്ലീഷും കൂടെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലൊരു സ്കോർ മേടിച്ചൂടെ. അപ്പം ആ ഒരു നെഗറ്റീവ് നിങ്ങൾ ഉണ്ടാക്കാണ്ട് മാക്സിമം ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ പറയുന്ന 160ന് ശരിക്കും പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞൊരു മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. 100 എന്ന് പറഞ്ഞൊരു മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ കൃത്യമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഉള്ള കാര്യമാണ് പറയുന്നത്. കാരണം കണ്ണു അടച്ചു പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് SSC GDയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു അത് കളിയായിട്ട് കാണരുത്, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസ് ഉണ്ടായിരുന്നാൽ മതി, ജസ്റ്റ് ഒരു ബേസ്. ആ ബേസിൽ നിന്ന് നിങ്ങൾ തുടങ്ങണം, ആ ബേസ് സെറ്റാക്കി നിങ്ങൾ തുടങ്ങണം. അല്ലാണ്ട് ഒരുപാട് വാരി വലിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് വലിയ ടെൻഷനൊന്നും ഉണ്ടാക്കി അയ്യോ എനിക്ക് കിട്ടുമോ, അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് സത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ രീതിക്ക് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾക്ക് അതിൽ ഒരു ഒരു ഇതും വേണ്ട, നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് മാത്സ് സെറ്റാക്കുക, റീസണിങ് സെറ്റ് ചെയ്യുക, പകുതി മാർക്ക് നിങ്ങളുടെ കയ്യിലായി. പിന്നെ ഒരു ഇംഗ്ലീഷിൽ ഒരു 10 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യുക, ജനറൽ നോളജിലും 10 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പേടിക്കാൻ ഒന്നുമില്ല അവിടെ. ആ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ആ ഒരു കൃത്യമായ രീതിയിൽ പഠിച്ചു പോകണം. ഒരു സബ്ജക്റ്റിന് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കാതെ എല്ലാത്തിനും ഒരുപോലെ കോൺസെൻട്രേഷൻ കൊടുത്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം മാത്സിന് കൊടുത്താലും കുഴപ്പമില്ല. ഇനി അടുത്ത് നമ്മുടെ സ്റ്റേജസ് അറിയാം. റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഈ പറയുന്ന പോലെയാണ് റിട്ടൺ എക്സാമിനേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞൊരു കട്ട് ഓഫ് വിളിക്കും അല്ലേ, അത് കഴിഞ്ഞാണ് നമുക്കൊരു കട്ട് ഓഫ് വരുന്നത്. ഒരു കട്ട് ഓഫ് വരും, അത് എത്രയായിരിക്കും, ഒരു 100-നകത്ത് ഇരിക്കുന്ന കട്ട് ഓഫ് ആയിരിക്കാം വരുന്നത്. അപ്പോൾ ആ 100-നകത്തുള്ള കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്രയാണ്, 100 എന്ന് തന്നെ വിചാരിച്ചാൽ മതി. അങ്ങനെ തന്നെ ഏറ്റവും കുറഞ്ഞ് പഠിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യുമോ അത്രയും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങളുടെ ലെവൽ എപ്പോഴും താക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ എപ്പോഴും ലെവൽ കൂട്ടി തന്നെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്കോർ ലെവൽ വരും. അപ്പോൾ 100 കട്ട് ഓഫ് കിട്ടാൻ വേണ്ടി നിങ്ങൾ കയറാനായിട്ട് നോക്കുക. അപ്പോൾ ഒരു കട്ട് ഓഫ് വിളിക്കും, ആ കട്ട് ഓഫിൽ നിങ്ങൾ ക്ലിയർ ആവും, റിട്ടൺ എക്സാമിനേഷൻ പാസ്സാവും. അത് കഴിഞ്ഞ് അതാ പറഞ്ഞ് ഈ റിസൾട്ട് ഡിക്ലറേഷൻ ഉണ്ട്. റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ഓഫിൽ 100-നകത്തായി നമ്മൾ കയറി അല്ലേ, നമ്മൾ കയറി. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളെ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും 100+ മേടിക്കാൻ ശ്രമിക്കുക. ഫീമെയിൽ ആണെങ്കിൽ 100+ മേടിക്കുക. കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, കാരണം ഒരുപാട് ഫീമെയിൽസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നല്ലൊരു സ്കോർ ലെവൽ കൂടുകയും ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഇനി അടുത്തെന്താണ്, നമ്മുടെ ഇപ്പോൾ എല്ലാം ഒരുമിച്ചാണ് നടത്തുന്നത് അല്ലേ, മെഡിക്കൽ, ഫിസിക്കൽ, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. ആകെ ഫിസിക്കൽ ടെസ്റ്റിൽ എന്തേ ഉള്ളൂ, ആകെ ഫിസിക്കൽ ടെസ്റ്റിൽ ഇതൊന്നുമില്ല, ലോങ് ജമ്പ് ഹൈ ജമ്പ് ഒന്നുമില്ല, റണ്ണിങ് മാത്രമേ ഉള്ളൂ. അറിയാമല്ലോ, റണ്ണിങ് മാത്രമേ ഉള്ളൂ. അറിയാമല്ലോ, എളുപ്പമല്ലേ. 5 കിലോമീറ്റർ എളുപ്പമല്ല, 24 മിനിറ്റ്സിൽ ബോയ്സിന് അത്യാവശ്യം ഉണ്ട് അല്ലേ, 5 കിലോമീറ്റേഴ്സ് ഇൻ 24 മിനിറ്റ്സും. പിന്നെ എന്താണ്, ഫീമെയിൽസിനാണെങ്കിൽ 1.6 കിലോമീറ്റർ എത്ര, 8.5 മിനിറ്റിലുമാണ് കേട്ടോ, 8.5 മിനിറ്റിലും. ഈ ഒരു സ്കോറിംഗ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ആവുക, നേരെ ചെന്ന് ഒരു ഫിസിക്കൽ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. ചെയ്യാൻ പറ്റാത്തവർ, അല്ലാതെ നിങ്ങൾ ഗ്രൗണ്ടിലൊക്കെ അത്യാവശ്യം കളിച്ച് നിങ്ങളുടെ ബോഡിയൊക്കെ കൃത്യം ഫിസിക് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗ്രൗണ്ടിലൊക്കെ ഓടി റോഡിലൊക്കെ ഓടി പഠിച്ചാൽ മതി. അല്ലാത്തവർ ഫിസിക്കലിന് വേണ്ടി ഒരു സാറിനെ പോയി കാണുക, അവിടെ ഫിസിക്കൽ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യുക. കാരണം നമുക്ക് ഒരു സ്റ്റെപ്പിൽ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല,
തളർന്നു പോകാൻ പാടില്ല. അപ്പം ഓരോ സ്റ്റെപ്പും നമ്മൾ കൃത്യമായിട്ട് ഡീൽ ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ PhD കിട്ടണം, അത് കഴിഞ്ഞ് മെഡിക്കലിന് വേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടനെ ചെയ്യും, കാരണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യമുണ്ട്. നോക്നി, ഡെൻ്റൽ പോയിൻറ്റ്സ്, വെരിക്കോസ് വെയിൻ, അതുപോലെ നമ്മുടെ ഫ്ലാറ്റ് ഫൂട്ടിൻ്റെ പ്രശ്നങ്ങൾ, ഹൈ ആർക്ക് ഫൂട്ടിൻ്റെ പ്രശ്നങ്ങൾ, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുക. കണ്ണൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ ഇതാണെങ്കിൽ നിങ്ങൾ ലേസറൊക്കെ നേരത്തെ ചെയ്ത് വെക്കണം കേട്ടോ. ലേസർ സർജറിയൊക്കെ മാക്സിമം നേരത്തെ ചെയ്ത് വെക്കുക. കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ടൈമിനുള്ളിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലും ബെൻഡിങ് ഒക്കെ മാറ്റാനുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ ചെയ്ത് വെക്കുക. അപ്പോൾ ആ കാര്യമൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മെഡിക്കൽ എക്സാമിനേഷൻ്റെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞു തരാം. ഇനി അടുത്ത ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ ഇപ്പോഴേ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ റെഡിയാക്കി വെക്കണോ അത് കൃത്യമായിട്ട് റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ് എല്ലാവരുടെയും ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷം ഫൈനൽ ഒരു കട്ട് ഓഫ് വരും. 100+ എന്ന് പറഞ്ഞു 140 റേഞ്ചിൽ നിൽക്കുന്ന ഒരു കട്ട് ഓഫ് വരും. 140+ റേഞ്ചിൽ നിൽക്കുന്ന ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് അനൗൺസ് ചെയ്യും. ആ ഒരു രീതിക്കാണ് അനൗൺസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതെന്തായാലും നമുക്ക് അപ്പോൾ ഉള്ള കാര്യങ്ങൾ അത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇനിയിപ്പോൾ 2024 വിളിക്കും, അപ്പോൾ നമുക്കറിയാം, കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. ഇനി SSC/GD 2025 ഫോട്ടോഗ്രാഫ് ഇൻസ്ട്രക്ഷൻസ്, അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഫോട്ടോയുടെ ഗുഡ് സ്പോട്ട് ചൂസ് ചെയ്യുക. ഒരു പ്ലേസ് വിത്ത് ഗുഡ് ലൈറ്റിംഗ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, നല്ല ലൈറ്റ് ഉള്ള പ്ലേസസിലായിരിക്കും. ക്യാമറ പൊസിഷൻ സെറ്റ് ദ ക്യാമറ ആയിട്ട് ഐ ലെവൽ ബിഫോർ ടേക്കിംഗ് ദ ഫോട്ടോ. ഇങ്ങനെയൊന്നും വെച്ചെടുക്കാതെ കറക്റ്റ് ഐ ലെവലിൽ തന്നെ വെച്ചെടുക്കാൻ ശ്രമിക്കുക. സ്റ്റാൻഡ് ഓർ സിറ്റ് ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ കേട്ടോ. അത് കഴിഞ്ഞ് ഫേസ് എന്ത് ചെയ്യുക, അലൈൻ ചെയ്യുക. കൃത്യമായിട്ട് തന്നെ ആ ഒരു റെക്റ്റാങ്കിൾ കാണിക്കുമല്ലോ, അതിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്ന രീതിയിലേക്ക് ഫേസ് എടുക്കുക. പിന്നെന്താണ്, ക്യാപ്പ് വെയർ ചെയ്യാൻ പാടില്ല, മാസ്ക് ഉപയോഗിക്കരുത്, ഗ്ലാസ് ഉപയോഗിക്കരുത്. അത്രയും ചെയ്തിട്ട് ഫോട്ടോ ക്ലിയർ ആയിട്ട് എങ്ങനെയാണോ നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു രീതിക്ക് എടുത്ത് കൊടുക്കുക കേട്ടോ. കൃത്യമായിട്ട് ആ പറയുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. സിഗ്നേച്ചറിൻ്റെ കാര്യം ഒരുപാട് പേര് സിഗ്നേച്ചറിൻ്റെ ചോദിച്ചു. സ്കാൻഡ് സിഗ്നേച്ചറിൻ്റെ സൈസ് പറയുന്നുണ്ട് 10 to 20 KB ആണ്. JPEG ഫോർമാറ്റിൽ ആണ് അങ്ങനെ പറയുന്നത്. പിന്നെ 6 സെൻറ്റിമീറ്റർ വെടുത്ത്, 2 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 300 DPI എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ആ ഒരു ലെവലാണ്. എന്തായാലും നിങ്ങൾ അക്സെപ്റ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സിഗ്നേച്ചർ ചെറുതായിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ബ്ലറായിപ്പോയി, അല്ലെങ്കിൽ കുറച്ച് വലുതായിപ്പോയി എന്നൊക്കെ തോന്നുന്നെങ്കിൽ കറക്റ്റ് സൈസിൽ തന്നെ അവർ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും സ്കാൻ ചെയ്ത് കറക്ഷൻ ടൈമിൽ മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ 10 ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവരായിരിക്കണം ഉറപ്പായിട്ടും. പിന്നെ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്ന ബോണസ് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ NCC സർട്ടിഫിക്കറ്റ് ആണ്. ജനുവരി 1, 2025 നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, NCC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ 10ൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പം നിലവിൽ 10 പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. 18 എന്ന് പറഞ്ഞൊരു വയസ്സിൻ്റെ യോഗ്യത നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത NCC സർട്ടിഫിക്കറ്റിന് 5% മാർക്ക്, B സർട്ടിഫിക്കറ്റിന് 3%, A സർട്ടിഫിക്കറ്റിന് 2% മാർക്ക് ഉണ്ടാവും. ഇനി അടുത്ത എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കൊണ്ടുപോവേണ്ടതെന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അതായത് ഇപ്പോഴേ റെഡിയാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ്. ഒന്ന് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, 10ൻ്റെ സർട്ടിഫിക്കറ്റ്. ഒന്ന് ഡൊമിസൈൽ, നിങ്ങൾ ഏത് റീജിയനിലാണോ താമസിക്കുക. അതായത് നിങ്ങൾക്ക് അറിയാലോ, നക്സൽ ഏരിയ ഉണ്ട്, ജനറൽ ഏരിയ ഉണ്ട്. അപ്പോൾ അത് ഏത് ഏരിയ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡൊമിസൈൽ ചോദിക്കുന്നത്. അപ്പം ഡൊമിസൈൽ എന്താണ്, കേരള പർപ്പസിൻ്റെ ഡൊമിസൈൽ ആയാലും കുഴപ്പമില്ല. അപ്പം ഡൊമിസൈൽ എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതിൻ്റെ മുകളിൽ എന്തായിരിക്കണം, ഡൊമിസൈൽ എന്ന് പറഞ്ഞൊരു പേരായിരിക്കണം നിങ്ങൾക്ക് വരേണ്ടത്. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് എടുത്തതായാലും ഡൊമിസൈൽ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ആ 1 ഇയർ വാലിഡിറ്റി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ആ ഒരു എക്സാം ജനുവരി ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഇപ്പം ജൂണിലൊക്കെയാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ആ ഒരു ടൈം വരെ നിങ്ങളുടെ എന്ത് വേണം, ഡൊമിസൈൽ നിൽക്കണം. അതുകൊണ്ടാണ് ഈ ടൈം തന്നെ എടുക്കാനായിട്ട് പറയുന്നത്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഈ ഒരു ടൈമിനുള്ളിൽ എടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ റിജക്റ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ പല രീതിക്കും അവർക്ക് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു റിജക്ഷൻ വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ എടുത്ത് വെക്കാൻ പറഞ്ഞത്. കാരണം നമുക്ക് പിന്നെ ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാൻ നേരത്തെ എടുത്ത് വെക്കാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഡൊമിസൈൽ എടുത്ത് വെക്കുക. ഡൊമിസൈൽ, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് ഒരുപാട് പേര് ചോദിച്ചു. പക്ഷെ അതല്ല ശരിക്കും പറഞ്ഞാൽ ഡൊമിസൈൽ എന്ന ഹെഡിങ് പറയുന്നത് തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ ശരിക്കും പറഞ്ഞാൽ അക്ഷയയിലൊന്നും പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, അവർക്ക് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന ചില
കഫേസ് ഉണ്ടല്ലോ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇതിന് വേണ്ടിയായിട്ട് ചെയ്യുന്ന കുറേ കഫേ കാണും. അപ്പോൾ അവിടെ പോയി ഒന്ന് അവരുടെ അടുത്ത് തിരക്കി നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ഗവൺമെൻറ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക. പിന്നെ വാലിഡ് NCC, നിങ്ങൾ അഥവാ NCC സർട്ടിഫിക്കറ്റിൻ്റെ മാർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, NCC ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാലിഡ് NCC സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. അത് കൊണ്ടുപോവുക. പിന്നെ ഡിഫൻസ് പേഴ്സണൽ സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും ഡിഫൻസിൻ്റെ രീതിക്കുള്ള എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുക. ഇതൊക്കെ എസ് ഓ നോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ എസ് കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എക്സ് സർവീസ് മാൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, റിലാക്സേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് സർവീസ് മാൻ്റെ കാണിക്കേണ്ടി വരും. പിന്നെയാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്, ഈ വാലിഡ് പീരീഡിനുള്ളിൽ എടുക്കുക. പിന്നെ എടുത്താലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് വയ്ക്കുക, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി എടുത്ത് വയ്ക്കുക. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഇതാണോ എന്ന് പറഞ്ഞ് ചോദിക്കേണ്ട. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഗൂഗിളിലെടുത്ത് അടിച്ച് SC/STയുടെ SSC/GD SC/ST സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ SSC/GD OBC NCL സർട്ടിഫിക്കറ്റ്, SSC/GD EWS സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ അടിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പേജിൽ എന്ത് വരും, ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഇത് വരും. അപ്പം നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതൊന്നും ആരെയും വിളിച്ച് നിങ്ങൾക്ക് ചോദിച്ച് വെറുതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം പോലും ഇല്ല. എല്ലാം ഗൂഗിളിൽ അപ്പാടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു പോവുക കേട്ടോ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതെത്രയാണ് നമുക്ക് വേണ്ടതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതിപ്പോഴും എന്ത് ചെയ്യുക, റെഡി ആയിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളുക, ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളുക. നമ്മുടെ ഹൈറ്റ് സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഫിസിക്കൽ മെഷർമെൻറ്റിൽ 157 ഫീമെയിൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ 170 എന്ന് പറയുന്നത് മെയിൽ കാറ്റഗറിക്കും. അപ്പോൾ ഈ ഹൈറ്റ് ആദ്യം ക്ലിയർ ഔട്ട് ആവുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റണ്ണിങ്ങിലേക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളുക. നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ്, അണ്ടർ വെയിറ്റുകാർ സ്വീകരിക്കത്തില്ല, ഓവർ വെയിറ്റുകാർ റീമെഡിക്കൽ അടിക്കും. അപ്പോൾ ഇതൊക്കെ റീമെഡിക്കൽ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുത്തി വീണ്ടും ആ ഒരു സെൻറ്ററിലൊക്കെ പോയി ഇറങ്ങാണ്ട് ചുമ്മാ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇപ്പോഴേ ആ ഒരു ഇതിനായിട്ട് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ പൊക്കം ഇല്ലാത്തവരാണെങ്കിൽ വെറുതെ കഷ്ടപ്പെടേണ്ട ആവശ്യം പോലും വരത്തില്ല. 170 പൊക്കം തന്നെ ബോയ്സിന് വേണം. ഒരു 169 സംതിങ് ആയാൽ പോലും അവർ എടുക്കത്തില്ല. അപ്പം 170 എങ്കിൽ 170 തന്നെ ആവുക. അല്ലെങ്കിൽ പുള്ളപ്പൊക്കെ ചെയ്ത് കൂടുമോ നോക്കുക. എങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കഷ്ടപ്പെടാനായിട്ട് തയ്യാറാവുക. അവസാനം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മടുത്തൊന്നും പോകരുത്. എന്തെങ്കിലും വഴികൾ നിങ്ങൾക്ക് മുന്നിൽ കാണും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കണം. നല്ലപോലെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് ആയാലും യൂട്യൂബ് ക്ലാസ്സസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരക്കാവുന്നതാണ് കേട്ടോ. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. കൃത്യമായിട്ട് ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇനിയിപ്പോൾ പൂജ ഹോളിഡേയ്സ് ഒക്കെ വരണം, അത് കഴിഞ്ഞിട്ട് ഒരു കിടിലം പഠിത്തം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നല്ല ടൈം ബൗണ്ടഡ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ എല്ലാ ഹെൽപ്പുമായിട്ട് ദിശ അക്കാഡമി നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്